قد قلت بالإذن من مولاك مؤتمرا قدمي على رقبات الأولياء ترى فكلهم قد رضوا وضعا لها بشرى يا من سمسما عليه محي الدين يا محي الدين يا محي الدين عبد القادر الجيلاني قد قلت بالإذن من مولاك مؤتمرا പടച്ച തമ്പുരാൻ അനുമതി പ്രകാരം അങ്ങ് പ്രഖ്യാപനം നടത്തിയപ്പോൾ എല്ലാ ഔലിയാക്കന്മാരും അങ്ങയുടെ കീഴിലാണെന്ന പ്രഖ്യാപനം നടത്തിയപ്പോൾ ഫകുല്ലുഹും ഖദ് റളൂ വദഅ ലഹാ ബുശ്റാ സന്തോഷപൂർവ്വം എല്ലാവരും തലകുനിച്ചു കൊടുത്തു. ഇതേ ആശയം ഇതിവൃത്തമാക്കിക്കൊണ്ട് തന്നെയാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ അധ്യാത്മ രാമായണം രചിക്കുന്നതിന് 5 വർഷങ്ങളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിർത്തി, ഞങ്ങൾ കുറച്ച് പറയട്ടെ. തുഞ്ചത്ത് എഴുത്തച്ഛൻ ആധ്യാത്മിക രാമായണം രചിക്കുന്നത് ഇതേ ആശയം ഇതിവൃത്തമാക്കിയിട്ടുള്ളതാണ് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, സമ്മതിച്ചു, അത്രേ ഉള്ളൂ. ഇത് സമ്മതിച്ചാൽ മതി. ഇവിടെ കുത്തുബിയത്തിൽ നിന്ന് ഒരു വരി പാടിക്കൊണ്ട് ബോലോ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലിരിക്കുന്ന ആളുകളെ കൊണ്ടൊക്കെ പാടിപ്പിക്കുന്നുണ്ട്. ഈ വീഡിയോ മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് തലകുമ്പിട്ടുകൊണ്ട് സുജൂദ് ചെയ്യുന്ന ഒരു അവസ്ഥ, അത് സംബന്ധമായിക്കൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു വീഡിയോ വരുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കാണിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സംബന്ധിച്ചാണ് വീഡിയോ ഉള്ളത്. പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഒരു 4-5 ക്ലിപ്പുകൾ ഇതിന്റെ ഭാഗമായിട്ട് കാണിക്കാണ്ട് കേട്ടോളി. മാപ്പിളപ്പാട്ട് സാഹിത്യ ശാഖയിൽ കണ്ടുകിട്ടിയ കൃതി നിന്ന് ആദ്യത്തേതായ കുറ്റിച്ചിറയിലെ ഖാദി പരമ്പരപ്പെട്ട ഖാദി മുഹമ്മദ് തങ്ങളുടെ കരങ്ങളാൽ രചിക്കപ്പെട്ട മുഹീദ്ദീൻ മാലയിൽ ഇതേ ആശയം ഇതിവൃത്തമാക്കിക്കൊണ്ടുള്ള ഒരു വരിയുണ്ട്. ഏതാണ് ആ വരി? ആ വരി ഏതാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അവിടെ മാപ്പിളപ്പാട്ട് ശാഖയിലാണ് ഈ പറയപ്പെട്ട മുഹീദ്ദീൻ മാല ചേർത്തിട്ടുള്ളത്. മുഹീദ്ദീൻ മാലയുടെ അവസാനത്തിൽ എന്താണ് ദുആ ഉള്ളത്. അതിന് ഇരവ് എന്ന പേരിട്ടിട്ടാണ് ഒരു കാര്യം എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ തുടങ്ങുന്ന ആ ഒരു വരി തുടങ്ങുന്ന കണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് 2 വരിയൊക്കെ തുടങ്ങാം. എന്നാൽ ആ ഇരവിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു പോകാം. അതിൽ പറയുന്ന ഒരു വരി പറയാം. ചൂട് പേരുത്ത തറമ്മേൽ ഞാൻ നിൽക്കുന്നാൾ ചൊക്കര മോഹിയദ്ദീൻ കാവല് ഏകല്ല എന്ന് പറയുന്ന ഇതൊക്കെ കാവല് ചോദിക്കാണ്. അള്ളഹാനോട് കാവല് ചോദിക്കുക. ആരെ കാവല ചോദിക്കുന്നത്? മൊയ്തീൻ ഷെയ്ഖിന്റെ കാവല ചോദിക്കുന്നത്. അപ്പൊ അത് മാപ്പിളപ്പാട്ട് എന്ന് പറയണ്ട, ഖുറാഫി പാട്ട് എന്ന് പാടിയാൽ മതി. ഖുറാഫി TV എന്നുള്ള ഒരു ചാനൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തായാലും ഇനി ഇദ്ദേഹം പറയുന്നത് മാപ്പിളപ്പാട്ട് ശാഖയില് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ആ ഒരു വിഷയം, അത് ഏതാണ് ആ വരി എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മാരുടെ തോളും ഏകൽ ആരുളാലേ എന്റെ കാലം നോവ അല്ലാ തീരും സ്വലവാത്തോ അതിനാൽ തുടങ്ങുവാൻ ചെയ്താകെ അലം മുടയവൻ ഏകല്ലാരുളാലേ ആയേ മുഹമ്മദാ നമുക്ക് ആ സുജൂദ് ഒന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കി കുറച്ച് ഭാഗങ്ങളിലേക്ക് കൂടി പോകാം ഇൻഷാ അല്ലാഹ്. സുജൂദ് എന്ന് പറഞ്ഞുകൊണ്ട് തലകുമ്പിടുന്ന ആ ഒരു അവസ്ഥ അത് അദ്ദേഹം തന്നെ അവിടെ പറയുന്നുണ്ട്. ആദ്യമായിട്ടാണ് എന്ന് നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടോ? നിങ്ങൾക്കൊന്നും പരിചയമില്ലല്ലേ എന്നൊക്കെ. അപ്പൊ തുടങ്ങിക്കണേ പുതിയതായിട്ട് മുഹീദ്ദീൻ ഷെയ്ഖിന് സുജൂദ് ചെയ്യുന്ന ഒരു സംഭവം കണ്ടോളി. إلى حضرة غوث الصمداني قطب الرباني محبوب سبحان مقبول هردان وارث حبيب الله رسول الله نائب رسول الله القائل بإذن الله قدمي هذه على رقبة كل ولي لله شيخ كل الدليل أسب المحلق بدهم شيخ سيد حضرة ميران محي الدين قدس الله سره العزيز. അപ്പോ ഞാൻ കാണിച്ചു തരാം എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ മീറാൻ മുഹിയുദ്ദീൻ എന്ന് പറയുമ്പോൾ കുട്ടികളൊക്കെ പാടെ കുമ്പിട്ടിട്ട് ആകം കണ്ട് ഒരു ഇടങ്ങേറായിട്ടാണ് അവർ പാടിയിരുന്നത്. അപ്പോൾ ഇതിനി നമ്മൾ പറയുമ്പോഴാണല്ലോ, ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുള്ള ആ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. പുതിയതായിട്ട് തുടങ്ങിയിട്ടാണ്. ഇപ്പൊ ഇവര് അള്ളാഹ്ക്ക് സുജൂദിയൽ കഴിഞ്ഞിട്ട് ഇപ്പൊ മൊയ്തീൻ ഷെയ്ഖിന് സുജൂദിയൽ തുടങ്ങി. ഇനി ഇവിടെയുള്ള ആ കോഴിക്കോട്ടുകാരൻ
മടപൂരാനും ഇനി ഇവർ സുജൂദ് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇനി കേട്ടോളൂ, അതിന് ന്യായീകരണം കേട്ടോളൂ, അത് ബഹുരസാണ്. ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് ഇതെന്തിനു വേണ്ടിയിട്ടാണ് തല കുനിച്ചതെന്ന് സംശയമുണ്ടോ? തല കുനിച്ചതാണോ അല്ല സുജൂദാണോ എന്താണെന്നുള്ളത് സംശയമുള്ള ആളുകളുണ്ടോ ഈ കൂട്ടത്തില്? ഉണ്ടോ? വായിച്ച ഉദ്ധരണി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. തങ്ങളുടെ പ്രഖ്യാപനമാണ്. ലോകത്തുള്ള എല്ലാ ഔലിയാക്കന്മാരും എന്റെ കീഴിലാണ്, അവരുടെ പരടിയിലാണ് എന്റെ കാലെന്ന പ്രഖ്യാപനം വെറുതെ നടത്തിയതല്ല. അൽ ഖാഇലു ബിഇദ്നില്ലാഹ്, പടച്ചതമ്പുരാന്റെ അനുമതിയോടെ റസൂലുള്ളാഹി തങ്ങൾ അങ്ങ് പ്രഖ്യാപിച്ചപ്പോൾ ഒരു മിനിറ്റ് ഞാനൊന്ന് ഇടപെടുന്നുണ്ട്. അള്ളാന്റെ അനുമതിയോടെ എങ്ങനെയാണ് ആ അനുമതി കൊടുത്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടെ വഹ്യ് നിലച്ചു പോയിട്ടുണ്ട്. പിന്നെ ഇൽഹാം ഉണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇൽഹാമിലൂടെ അറിയിച്ചതാണോ? അല്ല, ഇനി ജിബ്രീലോ അല്ലെങ്കിൽ ഏതെങ്കിലും മലായികത്തിന്റെ അടുത്ത് കൂടി അറിയിച്ചാണ്. എന്തിനാണ് മൗലിയരെ എങ്ങനെ തള്ളണത്? ഒരു പച്ചശീർക്ക് അവിടെ പ്രചരിപ്പിച്ചു എന്നും പോരാ, എന്നിട്ട് അള്ളാന്റെ റസൂലിന്റെയും മൊഹീദ്ദീൻ ഷെയ്ഖിന്റെയും ഒക്കെ പേരിൽ നിങ്ങൾ അങ്ങോട്ട് വെച്ച് തള്ളുകയാണ്. എന്ത് തള്ളാണത്? എജാതി തള്ളു. ബാക്കി കേൾക്കാം. ബഗ്ദാദിൽ വെച്ച് പ്രഖ്യാപനം നടത്തിയപ്പോൾ അങ്ങ് കൂഫാക്ക് സമീപമുള്ള ഉമ്മു അബീദ ഗ്രാമപ്രദേശത്ത് അവിടുത്തെ പള്ളിയുടെ ഭൂമുഖത്തിരുന്നുകൊണ്ട് ദർസ് നടത്തിക്കൊണ്ടിരുന്ന ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി സബക്ക് ചൊല്ലി കൊടുക്കുന്നതിന്റെ ഇടയിൽ, സബക്ക് നടത്തുന്നതിന്റെ ഇടയിൽ മുത്തഅല്ലിമീങ്ങൾക്ക് കിതാബ് ഓതി കൊടുക്കുന്നതിന്റെ ഇടയിൽ എഴുന്നേറ്റ് നിൽക്കുകയും എന്നിട്ട് തലകുനിക്കുകയും ചെയ്തു. ക്ലാസ് കഴിഞ്ഞപ്പോൾ മുത്തഅല്ലിമീങ്ങൾ ചോദിച്ചു. മുത്തഅല്ലിമീങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് ചോദിക്കട്ടെ. അവിടെ റിഫായി ഷേഖ് സബക്കെടുക്കുന്നതിന് ഇടയിലാണ് എഴുന്നേറ്റ് നിന്നിട്ട് തലകുനിച്ചത്. എന്നിട്ട് എന്താ നിങ്ങളാ പണി ചെയ്യാറുന്നത്? നിങ്ങൾ അത് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവിടെ കുമ്പിട്ടത്. മൂപ്പര് എഴുന്നേറ്റ് നിന്നിട്ടാണ് തല കുമ്പിട്ടത് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ റുക്കുവ ചെയ്തിരിക്കണത് ഇനി അല്ല, തല മാത്രം ഇങ്ങനെ താഴ്ന്നിക്കാണെന്ന് വെക്കുക. നിങ്ങളിപ്പോ എന്താ കാണിച്ചത്? ഇരുന്നോടത്തിരുന്നിട്ടല്ലേ? അപ്പൊ മൂപ്പർക്ക് എഴുന്നേറ്റ് നിന്നിട്ട് ആവാം, നിങ്ങൾക്ക് ഇരുന്നോടത്തിരുന്നിട്ടും ആവാന്നാ. ഇതിപ്പോ പണ്ടാരോ പറഞ്ഞമാതിരി കാരണോലിക്ക് അടുപ്പിലും ആവാം എന്നുള്ള അല്ലെ? നിങ്ങൾക്ക് പറയുമ്പോ എന്തുവാണെങ്കിലും പറയാലോ. ഇത് തള്ളാണെന്നുള്ള ഈ സാധു ജനങ്ങൾ മനസ്സിലാക്കണില്ലല്ലോ. അവറ്റകളെയൊക്കെ തലച്ചോറ് ആർക്കും തിന്നാൻ കൊടുത്തിക്കല്ലേ? 4 കാലും 1 വാലും ഉള്ള കുരക്കുന്ന സാധനത്തിന് തലച്ചോറ് തിന്നാൻ കൊടുത്തിട്ട് അവറ്റകളൊക്കെ മുന്നിൽ പോയിരിക്കണത്. പിന്നെന്താ ചെയ്യാ? ബാക്കി പറയട്ടെ. പ്രത്യേകമായിട്ടൊന്ന് തലകുനിച്ചല്ലോ. മഹാനവർകൾ പ്രതികരിച്ച് ഗൗസുൽ തങ്ങൾ ഇങ്ങനെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. എല്ലാ ഔലിയാക്കന്മാരും ഓറക്കിയിലാണ്. ഈ സാധുവായ അഹമ്മദുൽ കബീറും അവിടുത്തെ എളിയ ശിഷ്യനാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മക്കളെ ഞാൻ എന്താക്കിയത്? തലകുനിച്ചത്. ശരി, റിഫായി ഷേഖ് അതിനാണ് തലകുനിച്ചത് എന്ന് പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് തലകുനിച്ചത്? ഇത് തലകുനിക്കുന്നത് ഔലിയാക്കന്മാരുടെ എല്ലാവരുടെയും ചുമലിന്റെ മേലെയാണ്. മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ കാല് എന്ന് മാലയിൽ എഴുതി വെച്ചിരിക്കുന്നു. അതേപോലെ തന്നെ പല മൗലൂദിലും റാത്തീബിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന. അങ്ങനെയാണെങ്കിൽ ആ കാല് പകര ഇങ്ങനെ താങ്ങിക്കൊണ്ട് കിടക്കുന്ന, അതുപോലെ തന്നെ AP വിഭാഗത്തിലെ പല ആളുകളും താങ്ങിക്കൊണ്ട് കിടക്കുന്ന, കോഴിക്കോട് അങ്ങാടിക്കടുത്തുള്ള മടവൂരിൽ ജീവിച്ച് മരിച്ചു പോയ ചിറ്റരിമേത്തൽ അബൂബക്കർ ബാക്കവി എന്ന് പറയുന്ന CM മടവൂരിന്റെ ചുമലിലും ഈ കാലുണ്ടോ? CM മടവൂരാണ് ഈ ലോകമൊക്കെ നിയന്ത്രിച്ചിരുന്നത്. അപ്പോ ലോകം ഇങ്ങനെ നിയന്ത്രിച്ചും കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മൊയ്തീൻ ഷെയ്ഖിന്റെ കാല് മാത്രം ഇങ്ങനെ തോളത്ത് താങ്ങിയിട്ടാണോ നിന്നിരുന്നത്? എന്തിനാണ് നിങ്ങൾ ഇജാതി നുണയും പറഞ്ഞുകൊണ്ട് ഈ പാവങ്ങൾ അങ്ങനെ പേപ്പിക്കണത്? ചോറുന്നാൻ വേണ്ടിയിട്ടാണോ? പൈസ പിടുങ്ങാൻ വേണ്ടിയിട്ടാണോ? എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഇതൊക്കെ കുറച്ച് അധികപ്പറ്റാണ്. പരിശുദ്ധ ഖുർആന്, സ്വഹീഹായ ഹദീസ് ഇന്നേ വിവരങ്ങൾ ആർക്കെങ്കിലും ഓതി കൊടുത്തിട്ടുണ്ടോ? ഈ മാലയും ഈ തരത്തിലുള്ള മായാവി കഥകളല്ലാണ്ട് ആർക്കെങ്കിലും നിങ്ങൾ 4 അക്ഷരം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? എന്തിനാ നിങ്ങൾ ഇതിന് നടക്കണത്? അല്ലേ? ഇത് നിങ്ങൾ ഇങ്ങനെ ഇതിന് നടക്കണത് കൊണ്ടല്ലേ ഇന്നെ പോലുള്ള സാധുക്കൾക്കൊക്കെ ഈ പണിക്ക് ഇറങ്ങേണ്ടി വന്നത്, ഇതിങ്ങനെ വിളിച്ചു പറയേണ്ടി വന്നത്. ജനങ്ങളെ, ഈ പറയുന്നത് കള്ളമാണ്, ഇങ്ങനെ നല്ല ദീനുൽ ഇസ്ലാം, നിങ്ങൾ ഇതിൽ പെട്ടുപോകരുതേ എന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയയിൽ ചാമ്പൽ തുടങ്ങിയത് കൊണ്ടല്ലേ. നിങ്ങൾ പണ്ടൊക്കെ ചെയ്തിരുന്ന പോലെ ഏതെങ്കിലുമൊക്കെ കൊലായ്മേ അല്ലെങ്കിൽ നടുവത്തോ ഒക്കെ ഇരുന്നിട്ട് നിങ്ങൾ വട്ടത്തിൽ ഇരുന്നിട്ട് നിങ്ങൾ കളിച്ചോളിയും. അത് നമുക്ക് വലിയതില്ല. സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഇതര മത സമൂഹത്തിന്റെ മുമ്പിൽ പോലും വഷളാക്കുന്ന വിധത്തിൽ നിങ്ങൾ ഇങ്ങനെ വന്നാല് നമ്മൾ പറയും സോഷ്യൽ മീഡിയ അതിനുള്ളതല്ല. സോഷ്യൽ മീഡിയ അതിന്റെ നല്ല വശങ്ങളൊക്കെ അതൊക്കെ നമുക്ക് എടുക്കാം. അതില് നിങ്ങൾ ഈ ചെയ്യുന്നത് ചീത്ത വശങ്ങളായി പോകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്നെ പോലുള്ള സാധുക്കൾ അവിടെ വന്നിട്ട് അതിന് റദ്ദ് വെക്കും, ചെക്ക് വെക്കുക എന്ന് പറയും. അങ്ങനെ ചെക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പല ആളുകൾക്കും ഇപ്പോൾ
കുരു പൊട്ടിയിട്ടുണ്ട്. നിങ്ങളെ കുരു പൊട്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒലിക്കലേ ഉണ്ടാവുള്ളൂ. എനിക്ക് ഇന്ന് ഇങ്ങനെ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. ഇൻഷാ അല്ലാഹ് പലതരത്തിലുള്ള കോളുകൾ, ഭീഷണികൾ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ആ ഭീഷണിയൊക്കെ 4 മടക്കിയിട്ട് നിങ്ങളെ പോക്കറ്റ് തിരിക്കലി എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ അതിന്റെ പിന്നെ കുറച്ചും കൂടിയൊക്കെ ഈ വിഷയത്തിൽ പറയാനുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് ഈ വിഷയവും ഇതുപോലെയുള്ള പല വിഷയങ്ങളും നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവുക മാത്രമാണ് നമ്മുടെ ലക്ഷ്യം, ഉദ്ദേശവും. അള്ളാഹുവിന്റെ സഹായത്തിന് വേണ്ടിയിട്ട് എൻ്റെ സഹോദരന്മാർ, ഇത് കേൾക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കാം എന്ന വസിയത്തോടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.